ഇന്ത്യയുടെ ഒരു വമ്പൻ നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ നിലവിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമീർ ഖാൻ മുത്തഹിദ ഖാദ്രി ഇന്ത്യ സന്ദർശിക്കുന്നു. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ഒരു മുതിർന്ന താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യത്തെ ഉന്നതതല സ്വീകരണമാണിത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹം 8 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിലാണ്. ഈ സന്ദർശനവേളയിൽ രാഷ്ട്രീയം മുതൽ സാമ്പത്തികം വരെയുള്ള വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് നടന്ന ചർച്ചകളിൽ കാബൂളിൽ എംബസി വീണ്ടും തുറക്കാനുള്ള തീരുമാനമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വമ്പൻ നീക്കമാണ് ഇന്ത്യയുടെ. അതായത് കാബൂളിൽ ഇന്ത്യ വീണ്ടും എംബസി തുറക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്താഖിയും തമ്മിൽ നടന്ന വെള്ളിയാഴ്ച ഡൽഹിയിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടന്നിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് കാബൂളിലെ സാങ്കേതിക ദൗത്യത്തിന് എംബസി പദവി നൽകുമെന്നും ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനിയും ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ അഫ്ഗാൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സ്വാഗതം ചെയ്തു. കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ സുരക്ഷയോടുള്ള അഫ്ഗാനിസ്ഥാന്റെ സംവേദനക്ഷമതയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മുന്നേറ്റമാണ് ഈ സന്ദർശനം. പൊതു താൽപ്പര്യങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കും. എല്ലാ രൂപങ്ങളിലും പ്രകടനങ്ങളിലും ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ശ്രമങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരരുടെ ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാനിലും നടക്കുന്നുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ തീവ്രവാദത്തിനെതിരെ സംസാരിച്ചിരുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.